ഒന്നല്ല രണ്ടല്ല 3 സോഫ്റ്റ് ടോയ്സ് ആണ് അത് ഞാൻ പഴയ ക്ലോത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി പഴയ ടർക്കീസും കാര്യങ്ങളൊന്നും എടുത്ത് കളയണ്ട, അവർക്ക് തന്നെ ഇതൊക്കെ കളിക്കാൻ കൊടുക്കാമല്ലോ. എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തെ ഒരു പെട്ടിയുണ്ട്. പെട്ടിക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. ഇതിലുള്ള പഴയ തുണികളൊക്കെ എന്ത് ചെയ്യും എന്നുള്ളത്, അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ 2 ടർക്കി വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ബാക്കിയുള്ള തുണികൾ വെച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ടർക്കി എടുത്തിട്ട് നമ്മള് സോഫ്റ്റ് ടോയ്സ് ഉണ്ടാക്കും. ഞാനൊരു 90s കിഡാണ്. അപ്പൊ പണ്ട് മുതലേ എനിക്ക് ഈ സോഫ്റ്റ് ടോയ്സ് എന്നൊക്കെ പറയുന്നത് ലക്ഷറി ഐറ്റം ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഭയങ്കര ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് സോഫ്റ്റ് ടോയ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വീട് നിറച്ചുണ്ടാകും. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എക്സ്പെൻസീവ് ആണെങ്കിലും ഇൻഎക്സ്പെൻസീവ് ആണെങ്കിലും പിള്ളേർക്ക് പുതിയ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ടോയ്സ് ആണെങ്കിലും എന്ത് ചെറിയ സാധനം കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ആ പുതിയതിനോട് ഭയങ്കര ഒരു കൗതുകവും ഇരിക്കും. അപ്പൊ ആ ഒരു കൗതുകം ഞാൻ ഈ വീഡിയോന്റെ എൻഡിൽ ഉൾപ്പെടുത്താട്ടോ, എങ്ങനെയാണ് എൻ്റെ മക്കൾ റിയാക്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ ഇതിൽ കൊടുത്തേക്കുന്ന സ്റ്റിച്ചസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്. സ്റ്റിച്ചിങ് തീരെ അറിയാൻ പാടാത്തവർക്ക് പോലും നമുക്കിത് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പ്ലെയിൻ ആയിട്ട് ഒരു ടോയ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അത്ര അങ്ങോട്ട് ഭംഗി എനിക്ക് തോന്നിയില്ല. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ്, നമ്മൾ ഇവൻ്റെ ഒരു ബോയ് അങ്ങോട്ട് വെച്ച് കൊടുക്കാമെന്ന്. ഈ ബോയും നമുക്ക് പഴയ തുണിയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അതായത് ഈ ഹയാൻ്റെയോ എൻ്റെ മോൻ്റെ പഴയ ഒരു ഡ്രസ്സിൽ നിന്ന് തന്നെയാണ് അത് കിട്ടിയത്. അപ്പോൾ ഇതുപോലുള്ള ബോസ്, പിന്നെ ഇവരുടെ പ്രത്യേകതരം ഒരു ക്യൂട്ടായിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കുറേ DIYs ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. അപ്പോൾ അത് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഈ ഹൂപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്താണ് സ്റ്റഡി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ കൈ കൊണ്ട് വെറുതെ ഫ്രീ ആയിട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു താറാവ് കുട്ടനെ അങ്ങോട്ട് വരച്ചെടുത്തു, തയ്ച്ചെടുത്തു, മറിച്ചിട്ടു. ഇനി നമ്മൾ ഒരു ബീഡും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കണ്ണായി. ഇനി ചുണ്ടിന് വേറെ ഒന്നിൻ്റെ പുറയിലും പോകണ്ട, നമുക്ക് ആക്രിൽ കളർ തന്നെ യൂസ് ചെയ്യാം. ആക്രിൽ കളർ കൊണ്ടിട്ട് ഞാൻ നല്ലോണം ചുമപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ആ ചുണ്ടും കൂടി വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വന്നത്. അപ്പോൾ ആ ക്ലോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് അത് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബോയും കൂടി വെച്ചപ്പോഴത്തേക്കും താറാവ് കുട്ടനും കൂടി നല്ല സുന്ദര കുട്ടപ്പനായി. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു? അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. What is this, കുഞ്ഞി? Cat.